ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരെ, ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള, പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ലോകരക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യാവതാരം ചെയ്യുന്ന വലിയ സുവിശേഷം ഭൂമിയിൽ ആദ്യമായി അറിയിച്ച സുദിനത്തിൻ്റെ ഭാഗ്യസ്മരണ. ആരാധനാപരമായി ഈ ദിവസം ക്രിസ്തീയ സഭകളെ, പൗരസ്ത്യ സഭയെ, പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ഏറ്റവും പ്രധാനമുള്ള ഒരു ദിവസമാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ മഹാസന്തോഷത്തിൻ്റെ പെരുന്നാളിൽ ആത്മീയമായി നാം ആനന്ദിക്കുന്ന ഒരു ദിനമാണ്. ദൈവം കാലസമ്പൂർണതയിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് കണ്ട് മനുഷ്യരായ നമുക്കെല്ലാവർക്കും കൗതുകവും ആശ്ചര്യവും അതിശയവും തോന്നുകയാണ്. എല്ലാവരെയും അത് ചിന്തിപ്പിക്കുന്ന, എല്ലാവരെയും ഒന്ന് പുതുതായി സൃഷ്ടിയാക്കി മാറ്റുന്ന അവാച്യമായ ദിവ്യ അനുഭൂതിയുടെ ഒരു അനുഭവമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ എവങ്കേലിയോൻ. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 26 through 38. എലിസബത്ത് ഗർഭിണിയായതിൻ്റെ 6 മാസം കഴിഞ്ഞ് ഗബ്രിയേൽ മാലാഖയെ ദൈവം നസറേത്തിലെ ഒരു ഭവനത്തിലേക്ക് അയക്കുകയാണ്. ഒരു കന്യക, മറിയാം എന്ന പേരായ കന്യകയുടെ അടുക്കിലേക്ക് ദൂതൻ വന്ന്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനമെന്ന് ആശംസിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ആളവുമെന്നും അവളോട് പറഞ്ഞു. ഇത് കേട്ട മറിയാം ആശ്ചര്യം പൂണ്ട്, ഇത് ഏതു തരത്തിലുള്ള ഒരു വന്ദനമാണ്, എന്താണ് ഞാൻ ഈ ശ്രവിക്കുന്നത് എന്ന് അതിശയിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഗബ്രിയേൽ മാലാഖ മറിയമിനോട് വിവരിച്ചു. പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിലൂടെ യാഗങ്ങളും ബലികളും അർപ്പിക്കുന്ന സുഗന്ധധൂപം മൂലം പാപപങ്കലമായ ജീവിതത്തിൻ്റെ പുണ്യ കിരണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ദേവാലയ അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ട ഈ മകൾ അവളുടെ ഭവനത്തിൽ നസറേത്തിലെ ആ ഒരു ഗലീലയിലെ നസറേത്തിലെ സാധാരണമായ, അപ്രധാനമായ ആ ഗ്രാമത്തിലെ സാധാരണ വീട്ടിനുള്ളിലാണ്. പുണ്യപിതാക്കന്മാർ ഇതിനെ സാധാരണമായ ഒരു സന്ദർഭമായിട്ടല്ല, പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേരെ അഗ്നിജ്വാലാവൃതനാം ദൂതൻ. പ്രാർത്ഥിപ്പാൻ മറിയാം ദൈവസന്നിധിയിൽ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ അഗ്നിധാരിയായ ആ ഗബ്രിയേൽ മാലാഖ അവരുടെ അടുക്കൽ വന്ന ഈ വചനം ഘോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും കർത്താവ് പരിശുദ്ധാത്മ പ്രേരിതനായ യോഹന്നാനിലൂടെ എഴുതുകയാണ്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. നമുക്കറിയാം, ഭവനത്തിലെ അന്തരീക്ഷത്തിൽ ഒരുവൾ അനുഭവിക്കുന്നതായ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സുരക്ഷിതവും മറ്റൊരിടത്തും ലഭിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് തന്നെ അങ്ങനെ ഉണ്ടായി, ഫീൽ അറ്റ് ഹോം. യു നെവർ ഗെറ്റ് ദാറ്റ് ഫീൽ അറ്റ് എ റെസ്റ്റോറന്റ്, at a cafeteria or any other place. The feeling that you feel is very unique, which cannot be experienced in any other avenues of human life except at home. സ്വഭവനം പോലെ അനുഭവപ്പെടുകയാണ്.
ഭവനം പോലെ അനുഭവിക്കേണ്ടതായ, ദൈവവചനത്തെ ഉൾക്കൊള്ളേണ്ടതായ, കൃപ നിറഞ്ഞ മാതാവേ എന്ന് ഇന്നത്തെ അമ്മമാരെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന, കാരണം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് പറഞ്ഞു, പ്രത്യേകമായ വരദാനത്താൽ എന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ ഈ അമ്മയുടേതായ സ്ഥാനം നിങ്ങൾക്കും അമ്മമാരായി മാറുവാൻ സാധിക്കും. സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചത് പ്രമാണിക്കുന്ന ആവർക്കും എന്റെ അമ്മയാകാം, എന്റെ സഹോദരനാകാം, സഹോദരിയാകാമെന്ന വചനം മൂലം സംജാതമാകുന്ന ഒരു വലിയ ഉത്കൃഷ്ടമായ അവസ്ഥയെ വിഭാവനം ചെയ്ത ക്രിസ്തു ഭവനത്തിൽ വചനത്തെ സ്വീകരിച്ചാൽ, ഭവനത്തിൽ നിർമ്മലതയുള്ള അമ്മമാരുണ്ടായാൽ, വചനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന സഹോദരങ്ങളുണ്ടായാൽ, പുരുഷന്മാരുണ്ടായാൽ, ഭർത്താക്കന്മാരുണ്ടായാൽ, അപ്പന്മാരുണ്ടായാൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായാൽ ക്രിസ്തുവിനെ പുതുതായി ജനിക്കുവാൻ കഴിയുന്ന, സന്തോഷവും സമാധാനവും നിറയുന്ന, ആശ്ചര്യം നിറയുന്നതായ നവമായ അനുഭൂതിയിലൂടെ അവാച്യമായ ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി തീരും. അവൻ ജനിക്കുമ്പോൾ സ്വർഗദൂതന്മാർ വന്ന് സ്തുതിഗീതങ്ങൾ പാടുകയാണ്. അവൻ ജനിക്കുമ്പോൾ സാധാരണക്കാരായ ആട്ടിടയന്മാർ വളരെ കൗതുകത്തോടുകൂടി അവനെ പോയി വന്ദിക്കുകയാണ്. അവൻ ജനിക്കുമ്പോൾ ആകാശത്ത് കൗതുകമുണർത്തുന്ന നക്ഷത്രം ഇതാ വിരിയുകയാണ്. അത് കണ്ടുകൊണ്ട് ബുദ്ധിമാന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് വരിക. എല്ലായിടത്തും ഒരു നൂതനമായ ചലനം. ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നിങ്ങൾ വചനത്തെ ബഹുമാനിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭവനത്തെ വചനം സ്വീകരിക്കുവാൻ യോഗ്യമാക്കുന്നുവെങ്കിൽ, അവിടെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ അത് മുഖരിതമാകുന്നുവെങ്കിൽ, അവിടെ ദൈവത്തിന് വേണ്ടി ഒരു വിളക്ക് അണച്ച് അത് കത്തിച്ച് തിരുനാളം വളരെ ദീപ്തമായി അങ്ങനെ നിലനിർത്തുന്നുവെങ്കിൽ, അവിടെ ഒരു സുഗന്ധവർഗത്തിന്റെ ആ സൗരഭ്യം ആകാശത്തിലേക്ക് പ്രാർത്ഥനയായി ഉയരുന്നുവെങ്കിൽ, നിശ്ചയമായും 2000 വർഷത്തിനപ്പുറത്ത് കാലസമ്പൂർണതയിൽ മറിയമിലേക്ക് വന്ന ആ ഭവനത്തിലേക്ക് വന്ന വചനം നമ്മുടെ ഭവനങ്ങളിലേക്ക് വരും. അപ്പോൾ അശാന്തി, അസമാധാനം മാറും. ഇപ്പോഴത്തെ സംജാതമായിക്കൊണ്ടിരിക്കുന്നതായ കലുഷിതമായ അവസ്ഥയുടെ പ്രധാന കാരണം ഭവനത്തിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു. ക്രിസ്തുവില്ല, വചനമില്ല, മറ്റു പലതും തീറ്റയും കുടിയും ആഘോഷവും ആനന്ദവും നൃത്തവും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ മറന്നുള്ള, വചനത്തെ ത്യജിച്ചുള്ള ജീവിതത്തിൽ ശാശ്വതമായൊരു സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ഈ അമ്മ കൃപ നിറഞ്ഞവളായി, അനുഗ്രഹിക്കപ്പെട്ടവളായി അങ്ങനെ കർത്താവിനെ സ്വീകരിക്കുവാൻ മറ്റനേകരെ പോലെ വിശുദ്ധ ജീവിതം അങ്ങനെ ശീലിച്ച് അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നവളായതുകൊണ്ട് ആ വചനത്തെ അവിടെ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് സാധിച്ചു. അത് സ്വീകരിക്കുവാൻ മറിയമിന് സാധിച്ചു. വചനത്തെ സ്വീകരിക്കുവാൻ, വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തെ അനുഷ്ഠിക്കുവാൻ വചനമായി തീർന്ന കർത്താവായ യേശുവിൻ്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നൽവരം നമുക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഈ പെരുന്നാളിൻ്റെ നന്മകളും ഐശ്വര്യവും നേരുന്നു. വചനം നമ്മെ നയിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.